പ്രകൃതി എത്ര മനോഹരമാണ്. ഓരോ പദവും പരസ്പരം ചേർന്നാൽ മാത്രം പൂർണ്ണമാകുന്ന കവിത പോലെ. നീയില്ലെങ്കിൽ ഞാനില്ല എന്ന തിരിച്ചറിവ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് പ്രകൃതിയിലേക്കാണ്. ദൈവം ഒരു ചിത്രകാരനെ പോലെയാവും ഭൂമിയെ സൃഷ്ടിച്ചത്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, ഓരോ നിറച്ചാർത്തിനു ശേഷവും അവൻ അതിനെ ആസ്വദിക്കുന്നത്. ഹാ, എത്ര മനോഹരം എന്ന് പറഞ്ഞ് ആനന്ദിക്കുന്നത്. എങ്കിലും തൃപ്തനാകാതെ ഏറെ വ്യസനിക്കുന്നത്. ഒടുവിൽ ആ ചിത്രത്തിനടിയിൽ തൻ്റെ കയ്യൊപ്പുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് പൂർണ്ണതയിൽ നിർവൃതി കൊള്ളുന്നത്. ഭൂമി എന്ന ഈ അതുല്യ സൃഷ്ടിയിൽ തന്നെ അന്നവും ഔഷധവും ആനന്ദവും അവൻ മനുഷ്യനായി ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾ തേടിയുള്ള ഓരോ യാത്രയും നമ്മുടെ തൊടിയിൽ തന്നെ അവസാനിക്കുമെന്നതാണ് സത്യം. നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള തൊടിയിലെ സൗഖ്യത്തെ തിരിച്ചറിയുവാൻ നമുക്കും ശ്രമിക്കാം. വളരെ മനോഹരമായ പ്രപഞ്ചം, ദൈവം നമുക്കായി അണിയിച്ചൊരുക്കിയിരിക്കുന്ന മനോഹരമായ പ്രപഞ്ചം. പുറത്തേക്ക് നോക്കി നമുക്കറിയാം, പലതരത്തിലുള്ള ചെടികൾ നമുക്ക് കാണാം അല്ലേ? ചെറിയ ചെടികളിൽ പോലും പലതരം വെറൈറ്റികൾ. ചെറുതായി നിൽക്കുന്നവ, കുറച്ച് വലുതായി വളരുന്നവ, വള്ളിയായി പടർന്നു പയറുന്നവ. നമ്മുടെയൊക്കെ ജീവിതത്തിനൊരു ദൗത്യമുണ്ടല്ലേ? ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിന് ഓരോ പ്രത്യേക ദൗത്യമുണ്ട്. ദൈവം നമ്മെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഓരോ പ്രത്യേക ദൗത്യം നമ്മളിലൂടെ പൂർത്തീകരിക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തീർച്ചയായിട്ടും ഈ ഓരോ ചെടിക്കും അതെത്ര ചെറുതായിരുന്നാലും എത്ര വലുതായിരുന്നാലും അതിൻ്റേതായ പ്രത്യേക ദൗത്യങ്ങൾ, ധർമ്മങ്ങൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അത് തിരിച്ചറിയുന്ന വ്യക്തി, അതായത് എൻ്റെ സ്വന്തം ധർമ്മം ഞാൻ എന്ത് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു തിരിച്ചറിയുന്ന വ്യക്തി അവൻ്റെ ജീവിതത്തിൽ അത് പൂർത്തിയാക്കുമ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ ജീവിതം അന്വർത്ഥമാകുകയാണ്. അതുപോലെ തന്നെ ഓരോ ചെടിയും അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും എന്തു തന്നെ ആയിരുന്നാലും അതിൻ്റേതായ ഒരു ധർമ്മം നിർവഹിക്കാൻ അതിനായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഓർക്കാറില്ലേ, ചെറിയ ചെറിയ ചെടികളെ കൊണ്ട് ഒരു ഉപകാരമില്ല എന്ന്. പക്ഷേ ഒന്ന് ഓർക്കുക, ഈ ഭൂമിയിലുള്ള ഒന്നും, ഒരു ചെടി പോലും ഔഷധമല്ലാത്തതായിട്ട് ഇല്ല. അതായത് ഏതെങ്കിലും ഒരു ഔഷധ ഗുണം ദൈവം അതിനായി കരുതി വച്ചിട്ടുണ്ട്. പലപ്പോഴും നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മൾ പുതിയൊരു എപ്പിസോഡിലേക്ക്, തൊടിയിലെ സൗഖ്യത്തിലേക്ക് ഇന്ന് നമ്മൾ കടക്കുമ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു ചെടി നമ്മൾ പരിചയപ്പെടുകയാണ്. നമ്മുടെ വീട്ടിൽ ഏറ്റവും അധികം നമ്മൾ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധാരണ ഒരു ഔഷധം. ഇതിനെ ഔഷധം എന്നൊക്കെയാണ് ആയുർവേദത്തിൽ പറയുക. അതായത് ഏറ്റവും വലിയ ഔഷധമായിട്ട് എന്ന് തന്നെ ആയുർവേദത്തിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ആ ചെടിയാണ് നമ്മളിന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. നമ്മൾ ഇതുവരെ അതൊരു ആഹാരമായിട്ട് അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് കൂട്ടുന്ന ഒരു വസ്തുവായിട്ട്, ആഹാരത്തിന് രുചി പകരുന്ന ഒരു വസ്തുവായിട്ട് മാത്രമേ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് നമ്മൾ ആ ചെടിയെ കണ്ട് അതിൻ്റെ ഗുണങ്ങൾ അറിയാനായിട്ടും അതൊക്കെ നമുക്ക് എന്തൊക്കെ രോഗത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുമെന്നും ഒക്കെ നമ്മളിന്ന് കാണാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഔഷധം മറ്റൊന്നുമല്ല, നമുക്ക് ഏവർക്കും സുപരിചിതമായ ഇഞ്ചി, അഥവാ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ചുക്ക്, അതാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇഞ്ചി അതിൻ്റെ പാവ് കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഇഞ്ചി ചെടിയൊക്കെ ഒന്ന് കണ്ടു നോക്കാം. എല്ലാവരും ഒന്നും കണ്ടിട്ടുണ്ടാവില്ലല്ലോ. നമുക്കന്ന് അതിലേക്കൊന്ന് പോകാം.
നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ചെടികളാണ് ഇഞ്ചിയുടെ ചെടികൾ. സാധാരണഗതിയിൽ നനവും ഈർപ്പവും ഉള്ള മണ്ണിലാണ് ഇത് വളരുന്നത്. ധാരാളമായിട്ട് വളർന്നു കിട്ടും. നമ്മൾ മഴ തുടങ്ങുന്ന സമയത്താണ് നട്ടുവിടുക. അതിൻ്റെ റൈസോംസ്, അതിൻ്റെ ഇഞ്ചിയുടെ പാവ് ചെറുതായിട്ട് മുറിച്ചിട്ട് അതാണ് നമ്മൾ ഓരോ കുഴിയിലും വെച്ച് കൊടുക്കുക. ചെറുതായി തടമുണ്ടാക്കി ഓരോ ചെറിയ ചെറിയ കുഴികൾ കുത്തിയിട്ട് അതിന് നട്ടുപിടിപ്പിക്കുക. അതിൻ്റെ നമ്മൾ സാധാരണ ഇതിലെ ഇഞ്ചി നമുക്ക് നടാനുള്ള ഇഞ്ചി നമ്മൾ തലേവർഷം പറിക്കുമ്പോൾ തന്നെ നല്ല ഇഞ്ചി നോക്കി മാറ്റി വയ്ക്കണം. അത് ഊരിനൊന്നും കയറാതെ നന്നായിട്ട് സൂക്ഷിച്ച് വയ്ക്കണം. അത് സമയമാകുമ്പോഴേക്കും പതിയെ മുട്ടിച്ച് ഓരോ ചെറിയ മുള വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഓരോ ചെറിയ പീസായിട്ട് നമ്മൾ മുറിച്ചിട്ട് ഓരോരോ കുഴിയിൽ വെച്ച് നമ്മൾ നട്ടു കൊടുക്കുക ചെയ്യുക. പിന്നെ നടുമ്പോൾ കുറച്ച് ചാണകമൊക്കെ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് വളർന്നു വരും. സാധാരണ വളർന്ന് ആദ്യം വരുമ്പോൾ ഓരോരോ ഇലയായിട്ട് ഇങ്ങനെ പൊന്തി വരിക. വളരുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും ഇലകൾ വന്നുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ രണ്ട് വശത്തേക്കും, അതായത് ഓരോ ഇലകളിനെ മാറി മാറിയ അതായത് ഒരു തണ്ടിന് തന്നെ രണ്ട് വശത്തും ഒരേ സൈഡിൽ നിന്നല്ല ഇലകൾ വരിക. ഒരു ഇല ഇവിടെ വന്ന് അടുത്ത ഇല മറ്റേ സൈഡിൽ വന്ന് അങ്ങനെ മാറി മാറി ഉണ്ട് ഇലകൾ വരുന്നത്. ആ ഒരു രീതിയിലാണ് അതിൻ്റെ വിന്യാസം, പത്രങ്ങളുടെ വിന്യാസം അങ്ങനെയാണ് വരിക. നമ്മൾ പ്രധാനമായിട്ടും ഇഞ്ചിയുടെ അതിൻ്റെ ആ പാവ്, അതായത് അതിൻ്റെ റൈസോമാണ് നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. ഇഞ്ചിയും മഞ്ഞളും സാധാരണ അങ്ങനെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാവുന്നത് സാധാരണ നമ്മൾ എല്ലായിടത്തും എവിടെ നട്ടാലും ഉണ്ടാവും. കുറച്ച് സ്ഥലം മതി. ഇപ്പം നമുക്ക് സ്ഥലമൊന്നും ഇല്ലെങ്കിൽ ഒരു ചെറിയ ചാക്കിൽ നട്ടു കൊടുത്താലും മതി, ധാരാളം വളർന്നു കിട്ടും. ഏകദേശം ഒരു മെയ് ജൂൺ ആ സമയത്ത്, അതായത് വലിയ മഴയ്ക്ക് മുമ്പ്, അതായത് പുതുമഴയൊക്കെ പെയ്യുന്ന സമയത്ത് നട്ടു കൊടുക്കണം. എങ്കിൽ മാത്രമേ നല്ല മഴക്കാലം ആകുമ്പോഴേക്കും അത് വളർന്നു പൊങ്ങുള്ളൂ. അങ്ങനെ വളർന്നു പൊങ്ങി കിട്ടിയില്ലെങ്കിൽ ആ ചീഞ്ഞ മഴയത്ത് അടമഴയത്ത് കൊണ്ട് നട്ടാൽ അത് പിടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു സീസണിൽ, അതായത് ഏപ്രിൽ അവസാനം മെയ് ആദ്യം ആ ഒരു സമയത്ത് പുതുമഴ ലഭിക്കുന്ന സമയത്ത് നമ്മൾ പറമ്പിൽ സ്ഥലമൊക്കെ ഒരുക്കി ക്ലീനാക്കി നട്ടു കൊടുക്കുക. അത് ധാരാളമായിട്ട് വളർന്നു വരും. പിന്നെ ഇടയ്ക്ക് ഇത്തിരി ചാണകവെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. പെട്ടെന്ന് തന്നെ നന്നായിട്ടത് വളർന്നു വരും. ഒരു 4-5-6 മാസം ആകുമ്പോഴേക്കും പാകമാകും. അത് പഴുത്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ തണ്ടിന് മഞ്ഞ കളറ് വരും, ഇലകൾ വീണു പോകും. അതാണ് നമ്മൾ പറിക്കുന്ന സമയം. അപ്പോൾ അത് ഇഞ്ചി പാകമായി നമുക്കത് പറിച്ച് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇഞ്ചി പലതരത്തിലുള്ള ഇഞ്ചിയുണ്ട്. നമ്മൾ ചുക്കാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നാരിൻ്റെ അംശം അധികമുള്ള ഇഞ്ചി ഉപയോഗിക്കണം. ഉദാഹരണം പറഞ്ഞാൽ മാരൻ ഇഞ്ചി എന്നൊക്കെ പറയും. അതാണ് ചുക്കാക്കാൻ നല്ലത്. കാരണം ഇത് തന്നെ പ്രധാനമായിട്ട് 2 തരത്തിലുണ്ടെന്ന് പറയാം. അതായത് ധാരാളം നാരിൻ്റെ അംശമുള്ളതും ധാരാളം ഫ്ലഷി ആയിട്ട്, അതായത് വെള്ളം അധികമുള്ളതും. അപ്പം കറിക്കൊക്കെ ഉപയോഗിക്കാൻ ആ വെള്ളമുള്ളത് മതി, അല്ലെങ്കിൽ നീര് പിഴിഞ്ഞെടുക്കാൻ ആ വെള്ളമുള്ളത് മതി. പക്ഷേ ചുക്കാക്കാൻ നമ്മളത് ഉപയോഗിച്ചാൽ തീരെ ചൊട്ടിപ്പോവും, തീരെ നമുക്കൊന്നും കിട്ടത്തില്ല. അപ്പം നമുക്ക് ചുക്കാക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാരനിഞ്ചി പോലത്തുള്ള ഇഞ്ചി ആയിരിക്കും നമുക്ക് നട്ടുപിടിപ്പിക്കുന്നത് ഒത്തിരി നല്ലതാണ്. എന്തായാലും നമ്മൾ വീട്ടിൽ നട്ടുപിടിക്കണം. കാരണം നമുക്ക് നമുക്കറിയാം എന്ത് ആഹാരം ഉണ്ടാക്കിയാൽ നമ്മൾ ഇഞ്ചി ചേർക്കാറുണ്ടല്ലേ. ഈവൻ ഉദാഹരണം പറഞ്ഞാൽ പായസം ഉണ്ടാക്കിയാൽ അതിൽ പോലും നമ്മൾ ചുക്ക് പൊടിച്ച് ചേർക്കാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ അത്ര അധികം ഉപയോഗിക്കുന്നത്? ഒരു വീട്ടിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ അടുക്കളയിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു ആഹാര പദാർത്ഥമാണ് ഇഞ്ചി അല്ലെങ്കിൽ ചുക്കെന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത്? ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇതിന് ഔഷധം എന്നാണ് ആയുർവേദം പറയുന്നത്. അതായത് ഏറ്റവും വലിയ ഔഷധമാണ്. അതായത് എല്ലാ രോഗങ്ങളെയും പുറപ്പിക്കാനുള്ള കഴിവ് ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ ആയുർവേദത്തിൽ ചൊല്ലുന്നുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ചുക്കില്ലാത്ത കഷായമില്ല എന്ന്. അതായത് ഒരുമാതിരിപ്പെട്ട എല്ലാ രോഗങ്ങളിലും ഉണ്ടാക്കുന്ന ഔഷധങ്ങളിലെ കഷായങ്ങളിലൊക്കെ ഇതൊരു ഔഷധമായിട്ട് ചേരുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ദീപന പാചന എഫക്റ്റ് ഉണ്ടെന്ന് പറയും. അതായത് ശരീരത്തിൽ നമ്മുടെ ദഹനത്തെ ഉത്തേജിപ്പിക്കാനും അതുപോലെ പ്രോപ്പറായിട്ട് ദഹിക്കാനും അതിനെ പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ശരീരത്തിന് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അതായത് ആമാശയവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ് ഇതിനുണ്ട്. നമുക്കറിയാം പലപ്പോഴും നമ്മുടെ രോഗങ്ങളുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? വേണ്ട വിധത്തിൽ നമ്മൾ ദഹനം നടക്കുന്നില്ല. അപ്പോൾ വേണ്ട വിധം ദഹിക്കാത്ത ആഹാരം, അതായത് ആമം എന്ന് പറയും, ആമമായിട്ടുള്ള ആഹാരം നമ്മുടെ ശരീരത്തിലേക്ക് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെട്ടാൽ ഇത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുകയും അത് ഓരോ ഭാഗത്ത് പോയി അടിഞ്ഞുകൂടി നമുക്ക് ഓരോ രോഗങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഏറ്റവും പ്രധാനമായിട്ടും രോഗത്തിൻ്റെ കാരണം പറയുന്നത് മന്ദാഗ്നിയാണെന്നാണ് പറയുക. അതായത് അഗ്നി എന്ന് പറയുമ്പോൾ നമ്മുടെ ദഹനരസമാണ് ഉദ്ദേശിക്കുന്നത്. ആ ദഹനരസം കുറഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ വേണ്ട വിധം പചിപ്പിക്കാൻ സാധിക്കാത്തത് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഏറ്റവും അധികം. അതായത് എല്ലാ രോഗത്തിൻ്റെയും മൂല കാരണം എന്ന് പറയുന്നത് ദഹനമാണ്, ദഹനത്തിൻ്റെ കുറവാണ്. അപ്പോൾ ആ ദഹനത്തെ, അതായത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷനായ ദഹനത്തെ പ്രോപ്പറാക്കാൻ ഏറ്റവും ബെസ്റ്റ് ഔഷധമാണ് ഇഞ്ചി അഥവാ ചുക്ക്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ആഹാരത്തിലും അതുപോലെ നിത്യജീവിതത്തിലും വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇഞ്ചിയുടെ ഔഷധ ഗുണങ്ങൾ നമുക്കൊന്ന് കാണാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, ഏറ്റവും പ്രധാനമായിട്ട് ദഹന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലാണ് ഔഷധമായിട്ട് നമ്മൾ ഇഞ്ചി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവാം നമ്മുടെ പൂർവികർ മുതൽ ഇഞ്ചി ആഹാരത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ദഹനക്കേട് വന്നു, നമുക്ക് ആഹാരം കഴിച്ചു ദഹിക്കുന്നില്ല.
ഇനിയാണെങ്കിൽ കുറച്ച് ചുക്ക് പൊടിച്ചെടുക്കുക, ഒരു 1/2 ടീസ്പൂൺ മതി. ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ചേർത്ത് കുടിക്കുക. ദിവസം 2-3 പ്രാവശ്യം ഒരു 3-4 ദിവസത്തേക്ക് നമുക്കത് ചെയ്യാൻ പറ്റും. ഇനിയിപ്പം വീട്ടിൽ അയമോദകം ഉണ്ടെന്ന് വിചാരിച്ചോ. അയമോദകം ഉണ്ടെങ്കിൽ അയമോദകം പൊടിച്ച് 1/2 ടീസ്പൂണ് ഇഞ്ചിനീര് ചേർത്ത് കുടിച്ചാലും ഇതേ അനുഭവം തന്നെ നമുക്കുണ്ടാവും. പിന്നെ ചിലർക്ക് ആഹാരം കഴിക്കാനേ ഒരു താല്പര്യം ഉണ്ടാവില്ല, വിശപ്പ് തോന്നുന്നില്ല, ഒരു കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർ ആഹാരം കഴിക്കുന്നതിന് മുമ്പായി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതിൻ്റെ കൂടെ ഒരു ചെറിയ പീസ് ഇന്ദുപ്പ്, ഇനിയിപ്പം ഇന്ദുപ്പ് കിട്ടുന്നില്ല എങ്കിൽ കല്ലുപ്പ് ഉപയോഗിക്കാം, പക്ഷേ കിട്ടുകയാണെങ്കിൽ ഇന്ദുപ്പാണ് ബെസ്റ്റ്. ഇത് രണ്ടും കൂടി ചേർത്ത് വായിലിട്ട് ചവച്ചരച്ച് കഴിച്ച് ഒരു 15 മിനിറ്റിന് ശേഷം ആഹാരം കഴിക്കുക. ഇങ്ങനെ കുറച്ച് നാൾ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ദഹനം തീർച്ചയായിട്ടും ബെറ്ററായി വരും. ആ ഒരു ദഹനക്കുറവും വിശപ്പില്ലായ്മയൊക്കെ മാറി നമുക്ക് ആഹാരം കഴിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ്. കാരണം നമ്മൾ ആഹാരം കഴിക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് വേണം. എന്തുകൊണ്ടാണ്? നമ്മൾ സന്തോഷത്തോടെ കഴിക്കുന്ന ആഹാരമാണ് ശരീരത്തിന് ആരോഗ്യമായിട്ട് വരുന്നത്. മനസ്സോടെ കഴിക്കണമല്ലോ എന്ന് വിചാരിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൽ നെഗറ്റീവ് എനർജി ഉണ്ടാവുക. നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡോടെ ചെയ്യുമ്പോഴാണ് അതിനൊരു പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് എത്ര നല്ല കാര്യം ചെയ്താലും എത്ര നല്ല ആഹാരം കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് പ്രദാനം ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ആഹാരം കഴിക്കുമ്പോഴെപ്പോഴും ഇൻട്രസ്റ്റോടെ കഴിക്കുക, സന്തോഷത്തോടെ കഴിക്കുക എന്നൊക്കെയുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാരൊക്കെ പറഞ്ഞു വയ്ക്കുന്നത് ആഹാരം കഴിക്കുമ്പോൾ വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാനായിട്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ പരസ്പരം പങ്കുവെച്ച് കഴിക്കുമ്പോൾ അതിന് ഒരു വലിയ സന്തോഷമുണ്ട്. ആ മനസ്സിൻ്റെ സന്തോഷമാണ് ആ കുടുംബത്തിൻ്റെ കൂട്ടായ്മയും ആരോഗ്യത്തിൻ്റെ രഹസ്യമായിട്ട് മാറുന്നത്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടിൽ അറ്റ്ലീസ്റ്റ് ഒരു നേരത്തെങ്കിലും നമ്മൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ പലപ്പോഴും നമുക്കറിയാം കഫക്കെട്ടിൻ്റെ പ്രശ്നം വരാറുണ്ടല്ലേ, മാറാതെ കഫക്കെട്ട്. എന്ത് കഴിച്ചാലും എന്തെങ്കിലും മരുന്നൊക്കെ വാങ്ങിച്ചാൽ കുറച്ച് ദിവസത്തേക്ക് കുറയും, പിന്നെയും കഫക്കെട്ട് വന്നുകൊണ്ടിരിക്കും, അസ്വസ്ഥതകൾ. അങ്ങനെയുള്ളവർ ഒരു കാര്യം ചെയ്യുക, കുറച്ച് ഇഞ്ചി, ഒരു 100 ഗ്രാം ഇഞ്ചി അല്ലെങ്കിൽ 150 ഗ്രാം ഇഞ്ചി എടുത്ത് ചെറുതായി കൊത്തി അരിയുക. എന്നിട്ട് അത് നെയ്ക്കകത്ത് വറുത്തെടുക്കുക. അതായത് നമുക്കറിയാം ചെറിയ ചുവപ്പ് നിറം വരുന്നത്രയും സമയം അത് നെയ്യിൽ മൂപ്പിച്ചെടുക്കുക. അത് മാറ്റി വയ്ക്കുക. അതിന് ശേഷം വാളംപുളി, ഏകദേശം ഒരു 75 ഗ്രാമോളം വാളംപുളി കുറച്ച് വെള്ളത്തിലിട്ട് ഞരടി പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കുക. അതിലേക്ക് സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് അടുപ്പിൽ വെച്ചത് ഇങ്ങനെ ഒരു കുഴമ്പ് പരുവത്തിനാകുന്ന വരെ അത് വേവിക്കണം. അതായത് പറ്റിച്ചെടുക്കണം ആ പുളിനീര്. വാളംപുളിയുടെ നീര് ഉപ്പും കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അടുപ്പിൽ വെച്ച് പറ്റിക്കുക. ഒരു കുഴമ്പ് പരുവത്തിനായി കഴിയുമ്പം അതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ച ഇഞ്ചി ഉണ്ടല്ലോ, അരിഞ്ഞ് വെച്ച ഇഞ്ചി വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, നെയ്യിൽ വറുത്ത്, അതിലേക്ക് ചേർത്തിളക്കി ഒരു പാത്രത്തിലെടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക. ഇതൊരു 1/2 സ്പൂൺ വീതം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം സ്ഥിരമായിട്ട് കഴിച്ചാൽ ഉറപ്പായിട്ടും നമ്മുടെ കഫക്കെട്ടും അതിനനുബന്ധ പ്രശ്നങ്ങളും മാറിക്കിട്ടും. നമുക്കറിയാം നമ്മൾ പലർക്കും അജീർണം അല്ലെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ടല്ലേ. എന്തായിരിക്കും അതിൻ്റെ കാരണം? ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ആഹാര രീതി ഒരുപാട് മാറിപ്പോയി. നമ്മുടെ ജോലി കാര്യങ്ങളെല്ലാം ഒരുപാട് മാറിപ്പോയി. ആഹാരം കഴിക്കുന്ന സമയം വ്യത്യാസപ്പെടുന്നുണ്ടാവാം, അല്ലെങ്കിൽ കഴിക്കുന്ന രീതി വ്യത്യാസപ്പെടുന്നുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സ്ട്രെസ്സ് വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ വേണ്ട സമയത്തൊന്നും കഴിക്കുന്നില്ല, ഒരുപാട് സ്ട്രെസ് എടുത്ത്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഉറക്കം സമയത്തായിരിക്കില്ല. അങ്ങനെ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. നമുക്ക് പലപ്പോഴും നമ്മുടെ ജോലി കാര്യങ്ങൾ നമുക്ക് മാറ്റി വയ്ക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കുറച്ച് കഴിയുമ്പോഴേക്കും ഗ്യാസാവും, പുളിച്ചേട്ടലാവും, നെഞ്ചരിച്ചിലാവും, അങ്ങനെ ഒത്തിരിയേറെ അസ്വസ്ഥതകൾ, നമുക്ക് ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ കുറേ അസ്വസ്ഥതകൾ വരുന്നുണ്ട്. ഇതിനൊക്കെ പരിഹാരമായിട്ട് നമുക്ക് ഇഞ്ചി ഉപയോഗിക്കാം. ആദ്യം പറഞ്ഞ പോലെ ഇഞ്ചി നീരിൽ അയമോദകം ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ചുക്കും ഏലത്തരിയും കായവും കൂടെ വറുത്ത് പൊടിച്ചിട്ട് കുറച്ച് ചെറു ചൂടുള്ള വെള്ളത്തിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. ചുക്ക്, ഏലത്തരി, കായം, ഇത് 3 കൂടെ പൊടിച്ചെടുത്തിട്ട് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ചേർത്ത്, അധികം ചൂട് പാടില്ല, കാരണം ഒന്നാമത് അവിടെ ഗ്യാസ് അധികമായിട്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു എരിച്ചിൽ പോലെ ഉണ്ടാവും. അപ്പം ചൂട് അധികം ചെല്ലേണ്ട ആവശ്യമില്ല, ചെറു ചൂടിൽ കഴിക്കുക. അത് ആഹാരത്തിന് മുമ്പും ആഹാരത്തിന് ശേഷവും കഴിക്കാം. ഇങ്ങനെ ഒരു ആഴ്ചയൊക്കെ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും. ഇനിയും അത് ക്രോണിക് ആണെങ്കിൽ ഒരു 2-3 ആഴ്ച, അതായത് 21 ദിവസം വരെ അടുപ്പിച്ച് കഴിക്കേണ്ടി വരും. പിന്നെ ഇടയ്ക്കൊരു 4-5 ദിവസം ഇടയ്ക്ക് കഴിക്കേണ്ടി വരും. അതായത് അവസ്ഥ നോക്കി നമ്മൾ കഴിക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും വ്യത്യാസം വരും. ഇനി പെട്ടെന്ന് നമുക്കൊരു ഗ്യാസിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, വേറെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് എന്തായാലും ഇഞ്ചി ഇല ചുക്കുണ്ടാവുമല്ലോ, അത് പെട്ടെന്ന് തന്നെ തിളപ്പിച്ചെടുക്കുക. അതൊന്ന് ചെറുതായിട്ട് ചെറു ചൂടോടുകൂടി കുടിക്കുക. അതിൻ്റെ കൂടെ ഇഞ്ചി ചതച്ചതിൻ്റെ കൂടെ 2-3 വെളുത്തുള്ളിയുടെ അല്ലിയും കുറച്ചധികം കറിവേപ്പിലയും കൂടെ ചേർത്താൽ കുറേയും കൂടെ നല്ലതായിരിക്കും. പ്രത്യേകിച്ചൊരു അലർജി ഉള്ളവർക്ക്, അതായത് ഒരു തുമ്മൽ, കണ്ണ് ചൊറിച്ചിൽ, അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഈ ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അങ്ങനെയുള്ളവർക്കും സ്ഥിരമായിട്ട് ഈ വെള്ളം കുടിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. അതായത് ഒരു കഷ്ണം ഇഞ്ചി,
ഒരു 3-4 അല്ലി വെളുത്തുള്ളി, അതങ്ങ് അതിൻ്റെ തൊലി പൊളിക്കണം, ജസ്റ്റ് അങ്ങ് ചതച്ചിട്ടിട്ടാൽ മതി. അതുപോലെ കുറച്ചധികം കറിവേപ്പില വേണം, ഇത് 4-5 കതിർപ്പ് കറിവേപ്പില. ഇതിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ചെറു ചൂടോടുകൂടി 4-5 പ്രാവശ്യം കുടിക്കുക. അത് ഒത്തിരിയേറെ അലർജി പ്രശ്നങ്ങൾക്ക് അതുപോലെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ മാറാനായിട്ട് ഒത്തിരിയേറെ സഹായിക്കും. അതുപോലെ നമുക്കറിയാം പലർക്കും ഉള്ളൊരു വലിയ പ്രശ്നമാണ് സൈനസൈറ്റിസ് അല്ലേ. എന്തെല്ലാം ചെയ്താലും മാറിയല്ല, കഫക്കെട്ട്, തലയ്ക്ക് ഭാരം, തലവേദന, നമുക്കൊന്നും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഇല്ല. മീൻസ് നമുക്ക് ഒരു തലയ്ക്കെപ്പോഴും ഭാരം, ഹെവിനെസ്സാണ്, നമുക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റുന്നില്ല, എന്തൊക്കെ ചെയ്തിട്ടും മാറുന്നില്ല. ഇങ്ങനെയുള്ളവരൊരു കാര്യം ചെയ്യുക, ഒരു കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു 2-3 ആഴ്ച ക്രോണിക് കേസൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. അതായത് ഏകദേശം 2 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി എടുക്കുക, അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. 2 ഇഞ്ച് നീളം ഇഞ്ചി എടുത്ത് നന്നായി അരച്ചെടുക്കുക. അത് 1 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് ഏകദേശം ഒരു കുഴമ്പ് പരുവത്തിനാക്കിയെടുക്കണം. അത് കുറച്ച് സമയം അത് വെന്ത് പറ്റണം. ഒരു കുഴമ്പ് പരുവത്തിനാക്കിയെടുക്കുക. എന്നിട്ട് അതിൽ 2/3 ഭാഗം എടുത്ത് നമ്മൾ ഉപയോഗിക്കണം. അപ്പം തന്നെ 2/3 ഭാഗം എടുത്ത് മാറ്റി വെച്ചിട്ട് അത് നമ്മുടെ ഈ കുറച്ച് നെറുകയിൽ, അതുപോലെ നെറ്റിയിൽ, നമ്മുടെ ഈ മൂക്കിൻ്റെ 2 സൈഡിൽ, ഈ കവിളിലേക്കൊക്കെ ചേർത്ത് നമ്മൾ ഇട്ട് കൊടുക്കുക. ഈവൻ തൊണ്ടയുടെ ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 1/2-3/4 മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് ഉണങ്ങി വരും. ഉണങ്ങി വന്നു കഴിയുമ്പം ചെറു ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുക. അതിന് ശേഷം കുളിച്ചിട്ട് വന്നതിന് ശേഷം ആ ഒരു കുറച്ച് ഭാഗം നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കുക. ഇങ്ങനെ ഒരു 5 ദിവസം അടുപ്പിച്ച് ചെയ്യുക. ഇതൊരു ക്രോണിക് കേസാണ്, കുറേ കാലമായിട്ട് വരുന്ന പ്രശ്നമാണെങ്കിൽ അവർ 3 ആഴ്ച, അതായത് ഇപ്പോൾ ഒരു 5 ദിവസം അടുപ്പിച്ച് ചെയ്തു, ഒരാഴ്ച ഗ്യാപ്പ് കൊടുക്കുന്നു, വീണ്ടും ഒരു 5 ദിവസം ചെയ്യുന്നു, ഒരാഴ്ച ഗ്യാപ്പ് കൊടുക്കുന്നു, വീണ്ടും 5 ദിവസം ചെയ്യുന്നു, അങ്ങനെ ചെയ്യേണ്ടി വരും. അത് ക്രോണിക്കൊന്നും അല്ല എങ്കിൽ, അതായത് റീസെൻ്റായിട്ട് തുടങ്ങിയതാണെങ്കിൽ ഈ ഒരു 5 ദിവസം കൊണ്ട് തന്നെ നന്നായി മാറിക്കിട്ടും. ഇനി അതിൻ്റെ ഇടയ്ക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ആ സമയത്ത് വീണ്ടും 1-2 ദിവസം അടുപ്പിച്ച് ഉപയോഗിച്ചാൽ മതി. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ഥിരമായിട്ട് സൈനസൈറ്റിസ് കഫക്കെട്ടൊക്കെ ഉള്ളവർ തൈരിൻ്റെ ഉപയോഗം വളരെ കുറയ്ക്കണം. അതുപോലെ എണ്ണ പദാർത്ഥങ്ങളുടെ ഉപയോഗം വളരെ കുറയ്ക്കണം. ബേക്കറി സാധനങ്ങൾ, അതുപോലെ എണ്ണയെ വറുത്ത് പൊരിച്ച ആഹാരങ്ങൾ, ഇതൊന്നും ഈ കഫക്കെട്ടുള്ളവർക്ക് പറ്റത്തില്ല, സൈനസൈറ്റിസ് ഉള്ളവർക്ക് പറ്റത്തില്ല. അതുപോലെ ഫ്രിഡ്ജ് വെച്ച് തണുത്തത് പിന്നെ ചൂടായി കഴിക്കുന്നതാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ കൂടെ അതിൻ്റെ കൂടെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഒരു പൂർണ്ണമായ സൗഖ്യം കിട്ടുകയുള്ളൂ. ഇത് തീർച്ചയായിട്ടും നല്ല എഫക്റ്റീവാണ്. ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഒത്തിരി എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ഇത് അതിൻ്റെ ആ ഒരു ചൂട് ആക്ഷൻ ഉണ്ടല്ലോ, ഇഞ്ചിക്കൊരു ഉഷ്ണ ഗുണമുണ്ട്. ആ ഒരു ഗുണം കൊണ്ട് തന്നെ അത് കഫത്തെ അലിയിപ്പിച്ച് കളയും. അങ്ങനെ തന്നെ വളരെ ആശ്വാസം കിട്ടും, സൗഖ്യം കിട്ടും. അതുപോലെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒത്തിരിയേറെ പേർക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങളുണ്ട് അല്ലേ. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, അല്ലെങ്കിൽ ഒരു അറ്റാക്കിൻ്റെ സാധ്യതയുള്ളവർ, ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ജീവിക്കുന്നവർ, അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും അറ്റാക്ക് വന്നവരായിരിക്കാം, നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കാൻ പറ്റുന്നൊരു കാര്യം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരച്ച് അതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ എള്ളെണ്ണ, അതായത് നല്ലെണ്ണ, അത് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം, അത് ചേർത്തിട്ട് ദിവസവും രാവിലെ കഴിക്കുക. ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ ഏറ്റവും ബെസ്റ്റാണ്. വളരെ സിമ്പിളാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരച്ചെടുക്കുന്നത്, 1 ടീസ്പൂൺ മതി ഇഞ്ചി അരച്ചത്. അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ചേർത്ത് മിക്സ് ചെയ്തിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. അത് നമുക്ക് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കാം. 1 മാസം 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന കുഴപ്പമൊന്നുമില്ല. ഇത് പ്രത്യേകിച്ച് അറ്റാക്ക് വന്നവർ കഴിക്കണം നിർബന്ധമില്ല. നമുക്കുള്ള ആ ഒരു ചില ഫാമിലികൾ റൺ ചെയ്യുന്നുണ്ടല്ലോ ഈ ഹാർട്ടിൻ്റെ അസുഖങ്ങളൊക്കെ, അങ്ങനെയുള്ളവരൊക്കെ കഴിക്കാനുള്ളത് വളരെ ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഒരു പുതിയ വസ്തുവിനെ കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമുക്ക് കഫക്കെട്ട്, അതുപോലെ തന്നെ ചുമ, പനി, ഇങ്ങനെയുള്ള അസുഖങ്ങൾ മഴക്കാലത്ത് സാധാരണ ഉണ്ടാകാറുള്ളതാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ അസുഖങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓടി ആസ്പത്രിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ വീട്ടിലിരിക്കുന്ന, അടുക്കളയിലിരിക്കുന്ന ആ ഇഞ്ചി എടുത്ത് ഉപയോഗിച്ച് അതുകൊണ്ട് എങ്ങനെ മരുന്നുണ്ടാക്കാം, നമ്മുടെ തോട്ടത്തിലെ ആ ചെറിയ തുളസിക്കതിർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ മരുന്നുണ്ടാക്കാം എന്ന് നമുക്ക് ഒന്ന് പഠിക്കാം. പ്രത്യേകിച്ച് ചുമ, പനി എല്ലാ കുഞ്ഞുങ്ങൾക്ക് തുടങ്ങി വലിയവർക്ക് വരെ ഉണ്ടാകുന്ന രോഗമാണ്. അതുപോലെ തന്നെ മഴ നനഞ്ഞ് വരുമ്പോൾ വൈകുന്നേരം ഉണ്ടാകുന്ന ചെറിയ തുമ്മൽ, അങ്ങനെയെല്ലാം നമുക്ക് വരും. ഇങ്ങനെയുള്ള തൊണ്ടയടപ്പ്, അതായത് മൂക്കടപ്പ്, തൊണ്ടവേദന, ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ആദ്യമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് ഇഞ്ചി കൊണ്ടുള്ള ഒരു മെഡിസിൻ. അപ്പോൾ നമുക്ക് കഫക്കെട്ടിനുള്ള മരുന്ന് നമുക്കുണ്ടാക്കാം. അപ്പോൾ കഫക്കെട്ടിന് ആദ്യമായിട്ട് നമ്മൾ കുറച്ച് ഇഞ്ചി എടുത്ത് ഇതുപോലെ 2-3 കഷ്ണം ഇഞ്ചി എടുത്ത് നന്നായിട്ട് ഇടിച്ച് പിഴിയുന്നു. നന്നായിട്ട് അത് ഇടിച്ച് പിഴിയാൻ വേണ്ടി ഇതുപോലെ ഒരു കല്ല് മതി ഇടിച്ച് പിഴിയാനായിട്ട്. അപ്പോൾ ഇഞ്ചി ചെറുതായിട്ട് അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ്, ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ്
ഒന്നുകൂടി ഒന്ന് കഴുകണം. ഇപ്പോൾ ഒന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇത് വീണ്ടും ഒന്നുകൂടി കഴുകണം തൊലി കളഞ്ഞതിന് ശേഷം. അതിന് ശേഷം ഇതിനെ നമ്മൾ ഇതുപോലെയുള്ള ഒരു ചെടിയെ കല്ലിനകത്തോട്ട് ഇട്ടിട്ട് നമ്മൾ ഇടിച്ച് ചതച്ച് അതിൻ്റെ തനി നീരെടുക്കണം. ഇതാണ് അതിൻ്റെ തനി നീരെടുത്തത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ തനി നീരെടുത്തതിന് ശേഷം അതിന് ഒരു 15 മില്ലി നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അതിൻ്റെ നീര് ഇടിച്ച് പിഴിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇടിച്ച് പിഴിഞ്ഞ് വെച്ച് ഒരു കുറച്ച് സമയം അത് വെച്ചിരിക്കണം. അപ്പോൾ ഇതിനൊരു നൂറുണ്ട്. ആ നൂറ് അടിയിലേക്ക് ചേർന്നിരിക്കും. അപ്പം ഞാനതിൻ്റെ മേൽഭാഗത്തു നിന്നാണല്ലോ എടുത്തത്. ഇതാ ഇപ്പോൾ ഈ മേൽഭാഗത്തു നിന്ന് എടുത്ത ഈ ഇഞ്ചി നീരിലേക്ക് നമ്മൾ വീണ്ടും നമ്മൾ ചേർക്കേണ്ട ഒരു സംഭവമാണ് തുളസിക്കതിർ. തുളസി എല്ലാ വീടുകളിലും ഉള്ളതാണ്. അപ്പോൾ തുളസിയുടെ നീര് നമ്മൾ കൈകൊണ്ട് പിഴിഞ്ഞ്, കൈകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇല നമ്മളിങ്ങനെ ഊരിയെടുത്തിട്ട് അതിൻ്റെ തളിരാണെങ്കിൽ ഇങ്ങനെ മുറിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ കയ്യിൽ വെച്ച് നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി പിഴിഞ്ഞെടുക്കാം. ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ തിരുമ്മി പിഴിഞ്ഞെടുക്കാം. അങ്ങനെ പിഴിഞ്ഞെടുത്ത തനിനീരായിരിക്കണം. ഇത് മിക്സിയിൽ അടിച്ചാൽ നമുക്ക് കിട്ടുന്നതാണിതാ. തനിനീര് നമ്മൾ പിഴിയുമ്പോൾ നമുക്കിങ്ങനെ നീര് കിട്ടുന്നതാണ്. ഇങ്ങനെ എടുത്ത നീര് ഒരു 15 മില്ലി നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒഴിക്കുന്നു. ഇങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്ത ഈ മിശ്രിതത്തിലേക്ക് 10 തുള്ളി തേൻ ഒഴിക്കുന്നു. 10 തുള്ളി തേൻ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യുന്നു. അതല്ലെങ്കിൽ തേനടി കിടക്കും. ഈ മിശ്രിതം കൊച്ചു കുട്ടികൾക്കാണേലും വലിയവർക്കാണേലും ഇത് ചുമയ്ക്ക് ഒരു ഇത്രയും മെഡിസിൻ ഒരു 30 മില്ലി ഏകദേശം കാണും. 15 30 പിന്നെ തേൻ 10 തുള്ളി. അങ്ങനെ ഈ മിശ്രിതം രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം ഇങ്ങനെ 3 നേരം ഒരു ദിവസം കഴിച്ചാൽ ചുമ നല്ല ഭംഗിയായിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചുമയുടെ കാഠിന്യമൊക്കെ മാറി വേദനയൊക്കെ മാറി സൗഖ്യമാകും. അത് 2-3 ദിവസത്തേക്ക് കഴിക്കുക. പനി, ചുമ, കഫക്കെട്ട് ഇങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളും ഈ ഒരു മിശ്രിതം കൊണ്ട് തന്നെ മാറുന്നതാണ്. നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ എളുപ്പമുള്ള ഒരു നല്ല റെമഡിയാണ്, നല്ലൊരു ഔഷധമാണ് ഈ കൂട്ട്. നമ്മളിപ്പോൾ ഇഞ്ചി കൊണ്ടുണ്ടാക്കുന്ന മെഡിസിനെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾക്ക് ഇഞ്ചി ഉണങ്ങിയെടുക്കാം. അത് ചുക്കായിട്ട് നമുക്കെടുക്കാം. ഇതാണ് ചുക്ക്. ഇഞ്ചി ഉണങ്ങിയെടുത്ത ചുക്കാണ് ഈ കാണുന്നത്. അപ്പം ഈ ചുക്ക് കൊണ്ട് നമുക്കൊരു ചുമ, അതുപോലെ തന്നെ കഫക്കെട്ട്, അതുപോലെ തന്നെ നമുക്ക് വരുന്ന ചെറിയ പനി ഇങ്ങനെയുള്ളതിനൊക്കെ, തൊണ്ടയ്ക്കുള്ള ചെറിയ വേദനകൾ, ഈ പനി കൊണ്ട് തൊണ്ടയ്ക്ക് വേദനകൾ ഉണ്ടാകാറുള്ളൂ, അതിനെല്ലാം നമ്മൾ ഇത് ഉപയോഗിക്കാം. അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കാണ്ട് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു പാത്രത്തിലേക്ക് അല്പം ചുക്ക് പൊടി എടുക്കുന്നു. അല്പം എന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ ആകട്ടോ. 1 ടീസ്പൂൺ നിറച്ചും നമ്മൾ ചുക്ക് പൊടി എടുക്കുന്നു. അങ്ങനെ ഈ ചുക്ക് പൊടിയെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇടുന്നു. അങ്ങനെ അത് പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂണ് പഞ്ചസാര അതിലേക്ക് നമ്മൾ ഇടുകയാണ് ചെയ്യുന്നത്. 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടു. വീണ്ടും നമ്മൾ ചെറുജീരകം എടുക്കുകയാണ്. ഈ ചെറുജീരകത്തെ നമ്മൾ 1/2 ടീസ്പൂൺ ചെറുജീരകം പൊടിച്ചതും കൂടി ഇങ്ങനെ ഈ ഉള്ള 1/2 ടീസ്പൂൺ ജീരകം നമ്മൾ പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുന്നു. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വീണ്ടും നമ്മളൊരു 3 അല്ലി ചെറിയ ഉള്ളി എടുക്കുന്നു. ഈ ചെറിയ ഉള്ളി അല്ലെങ്കിൽ ചുമന്ന ഉള്ളി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ചെറിയ ഉള്ളി അല്ലെങ്കിൽ ചുമന്നുള്ളി, ഇതൊരു 3 എണ്ണം നമ്മൾ എടുക്കണം. ഇങ്ങനെ 3 എണ്ണം എടുത്തിട്ട് ഇതിലേക്ക് വെക്കുക. അതിന് ശേഷം ഇത് കുറേശ്ശെ ഓരോന്നും അല്പാൽപമായിട്ട് എടുത്തിട്ട് നമ്മൾ ഇതിനെ ചവച്ച് അരച്ച് നമ്മളതിനെ കുറേശ്ശെയായിട്ട് നമ്മൾ ഇറക്കണം. അങ്ങനെ ചവച്ചരച്ച് ഇറക്കി കഴിയുമ്പോൾ നമ്മുടെ തൊണ്ടയ്ക്കും അത് നല്ല ആശ്വാസം കിട്ടും. അതുപോലെ തന്നെ വായിക്കൊരു സുഖം ഉണ്ടാകും. പിന്നെ നമ്മുടെ ഈ കഫം ഇങ്ങനെ ചുമയ്ക്കുന്നത്, ആ ചുമ വരുന്നത് കുറഞ്ഞ് ചുമ നന്നായിട്ട് ചുമയും അതുപോലെ തന്നെ കഫക്കെട്ടും കുറഞ്ഞു വരുന്നതാണ്. അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് ഇഞ്ചിയാണ്. നമ്മുടെ എല്ലാം വീട്ടിൽ തീർച്ചയായിട്ടും വളർത്താൻ സാധിക്കും. ആർക്ക് സ്ഥലമില്ല എന്ന് പറയേണ്ട. നമുക്ക് അറ്റ്ലീസ്റ്റ് ടെറസ് ഉണ്ടാവുമല്ലോ. മണ്ണ് നമുക്ക് എവിടെ നിന്നെങ്കിലും കിട്ടും. വേസ്റ്റ് ആയിട്ടുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും ചാക്ക് നമുക്ക് കിട്ടും. അല്ല അങ്ങനെ എന്തെങ്കിലും ഒരു പാത്രം കിട്ടും അല്ലേ. അപ്പോൾ അതിൽ കുറച്ച് മണ്ണ് നിറയ്ക്കുക.
കുറച്ച് ചാണകപ്പൊടിയൊക്കെ ചേർത്ത് നട്ടു കൊടുക്കുക. ഇനിയിപ്പം വിത്തൊന്നും അന്വേഷിച്ച് പോകണ്ട, നമ്മൾ വാങ്ങിക്കുമല്ലോ ഇഞ്ചി അല്ലേ, ടൗണിലൊക്കെ ഉള്ളവരെ വീട്ടിലുണ്ടാവില്ല, വാങ്ങിക്കുമല്ലോ. അപ്പോൾ അത് ചെറിയ മുള വന്ന ഇഞ്ചി പീസൊക്കെ ഉണ്ടാവും. അത് നട്ടു കൊടുത്തേ. കുറച്ചിടയ്ക്ക് ഇത്തിരി ചാണകം അല്ലെങ്കിൽ ഇച്ചിരി പശുവിൻ്റെ മൂത്രമോ അങ്ങനെ എന്തൊക്കെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്നും വേണ്ട, ഇതൊന്നും നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റ് ഉണ്ടല്ലോ വീട്ടിലുണ്ടാക്കുന്നത് അല്ലേ, നമ്മൾ ആഹാരം ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ബാക്കി വേസ്റ്റുകളുണ്ടാവും, അതൊരു പാത്രത്തിലിട്ട് വെച്ചാൽ മതി. അത് കുറച്ച് ദിവസം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല പുളിച്ച് നല്ല ഒരു വളമായിട്ട് വരും. അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി, നന്നായിട്ടത് വളർന്നു വരും. അപ്പോൾ നമ്മുടെ വീട്ടിലത് വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഒന്ന് ഓർക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ ചെടി നമ്മൾ ഇതുവരെ ആഹാരം എന്ന് മാത്രം വിചാരിച്ചൊരു സാധനം, അതിനെക്കൊണ്ട് നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതവും. അപ്പം നമ്മുടെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും വരാനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞു, നമുക്ക് ആഹാരം ആയിട്ടും ഇത് ഒത്തിരിയേറെ ബന്ധമുണ്ട്, നമ്മുടെ രോഗങ്ങളുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും എന്താ പ്രശ്നങ്ങളുണ്ടാവുക, അടുക്കും ചിട്ടയിലും ഇല്ലാത്ത ജീവിതം കൊണ്ട് തന്നെയാണ് നമുക്ക് പലപ്പോഴും രോഗം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ ചെടിയെക്കുറിച്ചുള്ള ഒരു അവയർനെസ്, ആ ഒരു ക്ലാസ് നമ്മളിപ്പോൾ കേട്ടപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാവണം. ഞാൻ ഒരു അടുക്കും ചിട്ടയിലേക്ക് ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് മറ്റെല്ലാം എനിക്ക് ഫേവറബിളായിട്ട് വരുന്നത്. ഞാൻ തന്നെ അടുക്കും ചിട്ടയിലേക്ക് വരുമ്പോഴേക്കും എൻ്റെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് അനുകൂലമായിട്ട്, അതായത് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു വഴിയായിട്ട് മാറുകയാണ്. അപ്പം ഈ ഓരോ ആഹാരവും ഓരോ ഔഷധവും ഒക്കെ നമുക്ക് നമ്മുടെ കുടുംബത്തിനുമൊക്കെ അനുഗ്രഹമായിട്ട് തീരുന്ന ആ ഒരു ജീവിതശൈലിയിൽ നിന്ന്, അടുക്കും ചിട്ടയുമുള്ള ആ ഒരു ജീവിതശൈലിയിൽ നിന്ന്, അതിലേക്കൊക്കെ ആ ഒരു ബോധത്തിലേക്കൊക്കെ വളരാനായിട്ട് നമ്മുടെ ഈ ഒരു പങ്കുവയ്ക്കലുകൾ നമ്മളെ സഹായിക്കട്ടെ. എല്ലാറ്റിനും ഉപരിയായിട്ട് ഇതിനൊക്കെ നമുക്കായി സാഹചര്യങ്ങൾ ഒരുക്കി തരുന്ന നല്ല ദൈവത്തിന് ആ ഒരു നന്ദിയുടെ മനോഭാവത്തോടെ, ഞാൻ ആദ്യം പറഞ്ഞു, നമുക്കൊരു പോസിറ്റീവ് എനർജിയോടെ ജീവിക്കാൻ സാധിക്കണം. ആ പോസിറ്റിവിറ്റി എപ്പോഴും വരുന്നത് എവിടെയാണ്? ദൈവത്തിൽ നിന്നാണ്. നമ്മൾ ചുറ്റത്തിലേക്ക് നോക്കുമ്പോഴേക്കും പ്രശ്നങ്ങളായി, പ്രതിസന്ധികളായി, നെഗറ്റീവ്സാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മോട് കൂടെയുള്ള ആ ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യവും ദൈവത്തിൻ്റെ കരുതലും അറിയാനും, അതിലൂടെ നമ്മുടെ ഈ ഓരോ സാഹചര്യങ്ങളും നമുക്കായി ലഭിച്ചിരിക്കുന്ന ഓരോ വസ്തുക്കളും സന്തോഷത്തോടെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വളരെ മനോഹരമായ ഒരു ജീവിതശൈലിയിലേക്ക് കടന്നു വരാനായിട്ട് നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. നീ തന്ന പൂവും തളിരിലയും തെളിനീരും ഇളം കാറ്റും ഞാൻ തന്നെയാണെന്നറിയുമ്പോൾ ഒരു മാത്ര കൂടി നിന്നിൽ അലിയുന്നു ഞാൻ.